ഹരിശ്രീ ഗണപതി നമഃ. അധ്യാത്മരാമായണം ഗദ്യപാരായണം 34-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ശ്രീരാമ പട്ടാഭിഷേകം, രാമായണത്തിൻ്റെ ഫലശ്രുതി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ശ്രീരാമ പട്ടാഭിഷേകം. സന്തുഷ്ടനായ ശ്രീരാമൻ ആഹ്ലാദത്തോടെ വിമാനത്തിൽ കയറി നന്ദിഗ്രാമത്തിലെ ഭരതാശ്രമത്തിലെത്തി മെല്ലെ നിലത്തിറങ്ങി. എന്നിട്ട് പുഷ്പക വിമാനത്തെ ആദരിച്ചുകൊണ്ട് പറഞ്ഞു, നീ മുൻപത്തെ പോലെ വൈശ്രവണനെ ചെന്ന് വഹിക്കുക. ഞാൻ സ്മരിക്കുന്ന നേരത്ത് നീ ഇവിടെ വന്നു ചേരണം. നിന്നെ ആരും തടുക്കുകയില്ല. ഇത് കേട്ട് വിമാനം ശ്രീരാമനെ വന്ദിച്ച ശേഷം അളകാപുരിയിലേക്ക് പോയി. ലക്ഷ്മണനോടൊപ്പം ശ്രീരാമൻ ആചാര്യനായ വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വസിഷ്ഠ മഹർഷി അവരെ ആശീർവദിച്ച ശേഷം ഇരിപ്പിടം നൽകി. ആചാര്യന്റെ അനുജ്ഞയോടെ ശ്രീരാമൻ ഇരുന്നു. ബ്രഹ്മസ്വരൂപനും ജനന മരണങ്ങളില്ലാത്തവനും നിർമ്മലനും നിഷ്കളങ്കനും ചിന്മയനും സത്യസ്വരൂപനും സനാതനനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവനുമായ അങ്ങ് തന്നെ രാജ്യത്തെ രക്ഷിക്കണം എന്ന് കൈകേയി, ഭരതൻ, വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയ മുനിമാർ, ബ്രാഹ്മണശ്രേഷ്ഠർ, മന്ത്രിമാർ, മറ്റു രാജാക്കന്മാർ എന്നിവർ ശ്രീരാമനോട് അപേക്ഷിച്ചു. ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കും മനസ്സിലൊരു ഖേദവും ഉണ്ടാകേണ്ട. ഞാൻ അയോധ്യാപതിയാകാം. അതിനായി എല്ലാം ഒരുക്കിക്കൊള്ളൂ. ശ്രീരാമന്റെ അനുവാദത്തോടെ ആനന്ദപൂർണനായ ശത്രുഘ്നൻ ക്ഷുരകന്മാരെ വരുത്തി. എല്ലാവരും അഭിഷേകത്തിനു വേണ്ടുന്നവയെല്ലാം ഒരുക്കാൻ തുടങ്ങി. ലക്ഷ്മണനും ഭരതനും വിഭീഷണനും സുഗ്രീവനും ജടയെല്ലാം മുറിച്ചു. എല്ലാവരും സന്തോഷത്തോടെ കുളിച്ച് ദിവ്യവസ്ത്രങ്ങളും അലങ്കാരങ്ങളും ചാർത്തി കൗതുകത്തോടെ നിന്നു. ശ്രീരാമ ലക്ഷ്മണന്മാരും ഭരതനും സന്തോഷപൂർവ്വം അണിഞ്ഞൊരുങ്ങി. രാജസ്ത്രീകൾ സീതാദേവിയെ സ്നേഹപൂർവ്വം അണിയിച്ചൊരുക്കി. വാനര സ്ത്രീകൾക്കും കൗസല്യാദേവി ആദരവോടെ അലങ്കാരങ്ങൾ സമർപ്പിച്ചു. അന്നേരം സുമന്ത്രർ ഒരു വലിയ രഥമൊരുക്കി നിർത്തി. മനുവീരനും ദയാപരനും രാജരാജനുമായ ശ്രീരാമചന്ദ്രൻ ആ രഥത്തിൽ കയറി. സുഗ്രീവനും മംഗതനും ഹനുമാനും വിഭീഷണനും ദിവ്യാലങ്കാരങ്ങളെല്ലാം ധരിച്ച് ആന, തേര്, കുതിര തുടങ്ങിയവയിൽ കയറി രഘുരാമന് അകമ്പടി സേവിച്ചു. സീതയും താര തുടങ്ങിയ വാനര സ്ത്രീകളും ഓരോരോ വാഹനങ്ങളിൽ സൈന്യത്തിൻ്റെ അകമ്പടിയോടെ ശംഖവാദ്യത്തോടും വാദ്യഘോഷങ്ങളോടുമൊപ്പം പിമ്പെ സഞ്ചരിച്ചു. ഭരതൻ ശ്രീരാമന്റെ സാരഥിയായി. വിഭീഷണൻ വെഞ്ചാമരം വീശി. ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിച്ചു. ലക്ഷ്മണൻ ദിവ്യമായ വിശറി കൊണ്ട് വീശി. മനുഷ്യവേഷം ധരിച്ച 10,000-കണക്കിന് വാനരന്മാർ ആനപ്പുറത്തു കയറി പൗരജനങ്ങളോടൊത്ത് സഞ്ചരിച്ചു. ശ്രീരാമൻ ഇപ്രകാരം എഴുന്നള്ളുന്ന വേളയിൽ അദ്ദേഹത്തെ കാണുന്നതിനായി സുന്ദരിമാർ മാളികകളുടെ മുകളിൽ കയറി നിന്നു. പുണ്യപുരുഷനെ കാണുന്നതിനായി സ്ത്രീകൾ ഗൃഹധർമ്മങ്ങളെല്ലാം മറന്ന് മോഹപരവശരായി നിന്നു. ശ്രീരാമൻ മെല്ലെ മെല്ലെ പോയി ഇന്ദ്രഗൃഹത്തിന് സമാനമായ ദശരഥ മന്ദിരത്തിലെത്തി. കൗസല്യയെയും മറ്റു മാതാക്കളെയും അവിടെ ചെന്ന് വന്ദിച്ചു. എന്നിട്ട് ഭരതനോട് പറഞ്ഞു, താമസിയാതെ സുഗ്രീവനും വിഭീഷണനും വാനര നായകന്മാർക്കും സുഖമായി വസിക്കുന്നതിന് ഗൃഹങ്ങൾ ഏർപ്പാടാക്കണം. ശ്രീരാമന്റെ അനുജ്ഞ അനുസരിച്ച് ഭരതൻ പ്രവർത്തിച്ചു. എല്ലാവരും ഓരോരോ ഗൃഹങ്ങളിൽ പോയി സുഖമായി വസിച്ചു. അനന്തരം ഭരതൻ സുഗ്രീവനോട് പറഞ്ഞു, അംഗദൻ തുടങ്ങിയവരുടെ സഹായത്തോടെ നീ ജ്യേഷ്ഠന് അഭിഷേക കർമ്മം നടത്തണം. അതിനായി 4 സമുദ്രത്തിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവരണം. ജാമ്പവാനും ഹനുമാനും അംഗദനും സുഷേണനും കൂടി സ്വർണ്ണ കലശങ്ങളിൽ സമുദ്രജലം നിറച്ച് ചന്ദനമരത്തിൻ്റെ ഇല കൊണ്ട് വായ് മൂടി കെട്ടിക്കൊണ്ടുവരണം. വാനരശ്രേഷ്ഠന്മാർ ഉടൻ തന്നെ ഭരതൻ പറഞ്ഞ പ്രകാരം എല്ലാം കൊണ്ടുവന്നു. പുണ്യനദിയിലെയും പുഷ്കരം മുതലായ തീർത്ഥസ്നാനങ്ങളിലെയും ജലവും മറ്റുള്ള പദാർത്ഥങ്ങളും വാനരന്മാർ തന്നെ കൊണ്ടുവന്നു. ശത്രുഘ്നനും മറ്റു മന്ത്രിമാരും ചേർന്ന് ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചു. രത്നസിംഹാസനത്തിൽ ശ്രീരാമനെയും ശ്രീരാമന്റെ ഇടതുഭാഗത്തായി സീതാദേവിയെയും ഇരുത്തി. വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാത്മീകി എന്നീ മഹർഷിമാരോടൊത്ത് കുലഗുരുവായ വസിഷ്ഠൻ ബ്രാഹ്മണശ്രേഷ്ഠരുടെ സഹായത്തോടെ രഘുവംശ നായകന് അഭിഷേകം നടത്തി. 1008 സ്വർണ്ണ കലശങ്ങൾ വെച്ച് വൈദിക വിധിപ്രകാരം വേദമന്ത്രങ്ങൾ ജപിച്ചു. വിഭീഷണനും വാനരവീരനും രത്നദണ്ഡോടു കൂടിയ വെഞ്ചാമരം വീശി. ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിച്ചു. രാജാക്കന്മാർ ഉപചാരങ്ങൾ ചെയ്തു. ലോകപാലകന്മാരും ഉപദേവതാഗണങ്ങളും ആകാശമാർഗത്തിൽ വന്ന് ശ്രീരാമനെ പുകഴ്ത്താൻ തുടങ്ങി. ശ്രീരാമന് നൽകാനായി വായുദേവന്റെ കയ്യിൽ ഒരു ദിവ്യഹാരം ദേവേന്ദ്രൻ കൊടുത്തയച്ചു. സർവരത്നങ്ങളും പതിച്ച ആ ഹാരം ശ്രീരാമന് ഒരു അലങ്കാരമായി. ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അപ്സര സ്ത്രീകൾ എന്നിവർ കോടി സൂര്യന്മാരുടെ ശോഭയോടു കൂടിയവനും
പത്മാക്ഷനും കാമദേവനെപ്പോലെ ശരീരശോഭയുള്ളവനും മഞ്ഞപ്പട്ടുടുത്തവനും ഇടതുഭാഗത്ത് സീതയോടുകൂടിയവനും രഘുകുല നായകനും രാവണനാശകനും ദയാപരനും ആയ ശ്രീരാമചന്ദ്രനെ ഭജിക്കാൻ തുടങ്ങി. അവർ പൂർണ്ണ ഭക്തിയോടെ പുഷ്പവൃഷ്ടിയും നടത്തി. അന്നേരം ശ്രീ പരമേശ്വരൻ പാർവതിയോടൊപ്പം വന്ന് ശ്രീരാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ശ്യാമള കോമള രൂപ അനന്തശായി ശ്രീരാമദേവ, അങ്ങേക്ക് നമസ്കാരം. ആദിമധ്യാന്തങ്ങളില്ലാത്തവനും വേദസ്വരൂപനും വേദാന്ത വേദ്യനുമായ ഭഗവാനെ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ശ്രീ പരമേശ്വരൻ ഇപ്രകാരം സ്തുതിക്കുന്നത് കണ്ട് ദേവേന്ദ്രനും ഭക്തിപൂർവ്വം ശ്രീരാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ബ്രഹ്മാവിൻ്റെ വരം ലഭിച്ച അഹങ്കാരിയായ രാവണനെയും എന്നെ ബന്ധിച്ച ഇന്ദ്രജിത്തിനെയും നശിപ്പിച്ചത് കാരണം എനിക്കിന്ന് സൗഖ്യം ലഭിച്ചു. ഓരോ അവസ്ഥയിലും ആപത്തുകൾ ഉണ്ടാകുമ്പോൾ എന്നെ രക്ഷിക്കുവാൻ ഇത്രയും കാരുണ്യം മറ്റാർക്കുമില്ല നാഥ, അങ്ങയെ ഞാൻ നമിക്കുന്നു. ആദിത്യന്മാർ, രുദ്രന്മാർ, വസുക്കൾ തുടങ്ങിയവരും രാക്ഷസ വംശവിനാശകനകാരിയായ ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങി. അജ്ഞാനിയായ രാവണൻ യജ്ഞഭാഗങ്ങളെല്ലാം തട്ടിയെടുത്തു. അങ്ങയുടെ കടാക്ഷത്താൽ അതെല്ലാം ഇന്ന് വീണ്ടുകിട്ടി. ഇതോടെ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തീർന്നു. അങ്ങയുടെ പാദങ്ങൾ നിത്യവും ഭജിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിനായി ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിച്ചിടണമേ. രാജീവനേത്ര ലോകാഭിരാമ, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. ഭക്തിപൂർവ്വം പിതൃക്കളും ശ്രീരാമഭദ്രനെ മനസ്സറിഞ്ഞ് പുകഴ്ത്താൻ തുടങ്ങി. ദൈവമേ, ദുഷ്ടനായ രാവണൻ വധിക്കപ്പെട്ടത് കാരണം ഞങ്ങൾ ഇന്ന് സന്തുഷ്ടരായി. ഈ മൂന്ന് ലോകങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. പിണ്ഡങ്ങളെല്ലാം ലഭിക്കാൻ തുടങ്ങിയതോടെ ഞങ്ങൾ സന്തുഷ്ടരായി. രാക്ഷസ വിനാശകാരിയായ ശ്രീരാമനെ യക്ഷന്മാരൊക്കെ സ്തുതിക്കുവാൻ തുടങ്ങി. പാപവിനാശന രാവണനെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ഗരുഡവാഹന, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങയെ ഞങ്ങൾ നിത്യവും നമിക്കുന്നു. അഹങ്കാരിയായ രാവണനെ ഭയന്ന് ഞങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു. കരുണാനിധേ, ഇന്നു മുതൽ അങ്ങയുടെ ചരിതങ്ങൾ സ്തുതിച്ച് പാടിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കാം. അങ്ങയുടെ പാതാരവിന്ദങ്ങളെ നിത്യവും നമിക്കുന്നു. ഇങ്ങനെ ഗന്ധർവന്മാർ ശ്രീരാമനെ സ്തുതിച്ചു. കിന്നരന്മാരും ശ്രീരാമനെ മനോഹരമായി പുകഴ്ത്താൻ തുടങ്ങി. ദുഷ്ടനായ രാവണനെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിക്കാൻ അവകാശമുണ്ടായി വന്നത് നിന്റെ കാരുണ്യ വൈഭവം കൊണ്ടു തന്നെയാണ്. അനന്തശായിയായ അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ വന്ദിക്കുന്നു. കിം പുരുഷന്മാർ ശ്രീരാമപാദങ്ങളെ ഭക്തിപൂർവ്വം വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, രാവണനെന്നു കേട്ടാൽ പേടിച്ച് ഞങ്ങൾ ആകാശത്തിലൂടെ സഞ്ചരിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ ഭയമെല്ലാം മാറി. ഇനി നിത്യവും അങ്ങയെ ഭജിക്കാൻ കഴിയുമാറാകണേ. സിദ്ധന്മാർ തങ്ങളുടെ മനോരഥം സാധിച്ചതുകൊണ്ട് രാഘവനെ പുകഴ്ത്തി തുടങ്ങി. യുദ്ധത്തിൽ രാവണനെ വധിച്ച് ഞങ്ങളെ ഭയമെല്ലാം അകറ്റിയ കാരുണ്യവാരിധേ, അങ്ങയുടെ ചെന്താമരക്കാലുകൾ നിത്യവും നമിക്കുന്നു. വിദ്യാധരന്മാർ അത്യാദരവോടെ ഗദ്യപദ്യങ്ങൾ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു. വിദ്വാൻമാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തത്വസ്വരൂപനും പരമാത്മാവുമായ അങ്ങേക്ക് നമസ്കാരം. അപ്സരസ്സുകളും ചാരണന്മാരും നാഗന്മാരും മരുത്തുക്കളും ആകാശസഞ്ചാരികളായ മറ്റുള്ളവരും സ്പഷ്ടവും മനോഹരവുമായ പദങ്ങളാൽ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ശ്രീരാമന്റെ അനുഗ്രഹം നേടിക്കൊണ്ട് എല്ലാവരും ആഗ്രഹം സഫലമായതിലുള്ള ആഹ്ലാദത്തോടെ അവരവരുടെ വസതികളിലെത്തി താരക ബ്രഹ്മത്തെയും ധ്യാനിച്ച് ദുഃഖങ്ങളെല്ലാം അകന്നു വസിച്ചു. പരബ്രഹ്മസ്വരൂപനും അദ്വൈനുമായ ഭഗവാന്റെ പാദങ്ങളെ ത്രിലോകവാസികളും ധ്യാനിച്ചു വസിച്ചു. സിംഹാസനത്തിൽ സീതയോടൊത്ത് സിംഹവിക്രമനും സൂര്യകോടി ശോഭിതനും സോദരന്മാർ, വാനരന്മാർ, താപസന്മാർ, രാക്ഷസന്മാർ, ബ്രാഹ്മണന്മാർ എന്നിവരാൽ സേവിക്കപ്പെടുന്നവരുമായ ഭഗവത് രൂപം കണ്ട് എല്ലാവരും ആനന്ദിച്ചു. അടുത്തത് വാനരാദികൾക്ക് അനുഗ്രഹം. ലോകമെല്ലാം പരിപാലിച്ച് ലോകൈകനാഥൻ വസിക്കുന്ന കാലത്ത് ഭൂമി സസ്യസമ്പൂർണമായി. ഗൃഹങ്ങളിലെല്ലാം ഉത്സവമായി. വൃക്ഷങ്ങളെല്ലാം നല്ല സ്വാദുള്ള ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു. ദുർഗന്ധമുള്ള പുഷ്പങ്ങളെല്ലാം സുഗന്ധമുള്ളവയായി തീർന്നു. ലക്ഷക്കണക്കിന് പശുക്കളും കുതിരകളും 30 കോടി ഭാരം സ്വർണവും ബ്രാഹ്മണർക്ക് ദാനമായി ശ്രീരാമൻ നൽകി. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങളും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് അദ്ദേഹം ദാനമായി നൽകി. സ്വർണ്ണരത്നങ്ങൾ പതിച്ചതും മഹാശോഭയുള്ളതുമായ ഒരു മാല്യം ശ്രീരാമൻ സുഗ്രീവന് സമ്മാനിച്ചു. അംഗദന് 2 തോൾവളകൾ സമ്മാനിച്ചു. അതിനുശേഷം മംഗലവാങ്കിയായ സീതാദേവിക്ക് അത്യധികം വിലപിടിപ്പുള്ള ഒരു മാല്യം നൽകി. സീതാദേവി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കഴുത്തിൽ നിന്നും മാല എടുത്ത് പിടിച്ചുകൊണ്ട് ശ്രീരാമന്റെയും ഹനുമാന്റെയും മുഖത്ത് മാറി മാറി നോക്കി. ഉടൻ തന്നെ ശ്രീരാമൻ സീതയോട് പറഞ്ഞു, ഈ നിൽക്കുന്നവരിൽ
നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾക്ക് ആ ഹാരം കൊടുത്തുകൊള്ളൂ. നിന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുവാൻ ഇവിടെ മറ്റാരുമില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സീതാദേവി ഹനുമാനെ വിളിച്ച് ഹാരം നൽകി. ഹാരമണിഞ്ഞ ഹനുമാൻ ആനന്ദത്തോടെ നിന്നു. തൻ്റെ മുന്നിൽ കൂപ്പുകൈയോടെ നിൽക്കുന്ന ഹനുമാനെ മെല്ലെ അരികെ വിളിച്ച് ശ്രീരാമൻ ആനന്ദപരവശനായി പറഞ്ഞു, വായുപുത്ര, നിനക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് മടിക്കാതെ ചോദിച്ചുകൊള്ളൂ. ഹനുമാൻ വന്ദിച്ചുകൊണ്ട് ശ്രീരാമനോട് അപേക്ഷിച്ചു, സ്വാമിൻ, അങ്ങയുടെ നാമവും ചരിതവും നിലനിൽക്കുന്നിടത്തോളം കാലം രാമനാമവും കേട്ട് ഭൂമിയിൽ വസിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. രാമനാമ ജപം, രാമനാമ ശ്രവണം ഇവ എത്ര തന്നെ കേട്ടാലും എനിക്ക് തൃപ്തി വരികയില്ല ദയാനിധേ. അതിനാൽ എനിക്കിതല്ലാതെ മറ്റു വരങ്ങളൊന്നും വേണ്ട. അങ്ങയുടെ നേർക്ക് എനിക്ക് എന്നും ഭക്തി ഉണ്ടാവണം. എൻ്റെ കഥ ഉള്ളിടത്തോളം കാലം നീ മുക്തനായി വാഴും സുഹൃത്തേ. ഭക്തി കൊണ്ട് മാത്രമേ ബ്രഹ്മത്വം ലഭിക്കുകയുള്ളൂ എന്ന് ശ്രീരാമദേവൻ ഹനുമാനെ അനുഗ്രഹിച്ചു. ജാനകീദേവിയും നിനക്ക് ഭോഗാനുഭൂതികൾ സ്വയം ഉണ്ടാകട്ടെ എന്ന് ഹനുമാനെ അനുഗ്രഹിച്ചു. ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് ഹനുമാൻ വീണ്ടും വീണ്ടും രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഹനുമാൻ രാമപാദങ്ങളെയും ചിന്തിച്ചുകൊണ്ട് സീതാരാമന്മാരുടെ അനുമതിയോടെ തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയി. അനന്തരം ശ്രീരാമൻ ഗുഹനെ വിളിച്ചു പറഞ്ഞു, സുഹൃത്തെ, അങ്ങ് ശൃംഗവേരപുരത്തിലേക്ക് തിരിച്ചുപോയി എൻ്റെ ചരിത്രങ്ങളെല്ലാം ചിന്തിച്ചു വസിച്ചുകൊള്ളൂ. ദീർഘകാലം സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് എന്നോട് സായുജ്യം നേടിക്കൊള്ളൂ. ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി ഗുഹനെ ശ്രീരാമൻ യാത്രയാക്കി. വേർപിരിയുന്നതിൽ വിഷമമുണ്ടെങ്കിലും സ്നേഹാധിക്യത്താൽ ശ്രീരാമൻ ഗുഹന് ആലിംഗനം ചെയ്ത് യാത്രയാക്കി. ഗുഹൻ ഗംഗാനദിക്കടുത്തുള്ള ശൃംഗവേരപുരത്തിൽ പോയി വസിച്ചു. വസ്ത്രാഭരണങ്ങളും ഹരിചന്ദനവും കളഭങ്ങളും വാനരശ്രേഷ്ഠന്മാർക്ക് വേണ്ടുവോളം നൽകി ശ്രീരാമൻ അവരെ ഗാഠമായി ആശ്ലേഷിച്ച് കിഷ്കിന്ധയിലേക്ക് യാത്രയാക്കി. സുഗ്രീവനും ശ്രീരാമനെ വേർപിരിഞ്ഞു പോകുന്നതിൽ ദുഃഖമുണ്ടായിരുന്നെങ്കിലും കിഷ്കിന്ധയിലെത്തി സുഖമായി വസിച്ചു. സീതാദേവിയുടെ പിതാവായ ജനകനെ ശ്രീരാമൻ പ്രീതിവാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ച് ആലിംഗനം ചെയ്തു. പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും സീതാദേവിയെ കൊണ്ട് അദ്ദേഹത്തിന് നൽകിയിട്ട് വിദേഹ രാജ്യത്തിലേക്ക് അദ്ദേഹത്തെയും യാത്രയാക്കി. വിദേഹ രാജ്യത്തിലേക്ക് കാശിരാജാവിനെയും മറ്റുള്ള രാജാക്കന്മാരെയും വേണ്ടുമോളം സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി. അന്നേരം രാക്ഷസ രാജാവായ വിഭീഷണൻ ഭക്തിപൂർവ്വം ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു, നീ സുഹൃത്തായി വന്ന് എന്നെ തുണച്ചതുകൊണ്ടാണ് എനിക്ക് ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞത്. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം നീ ലങ്കയിൽ വാഴുക. നിനക്ക് ശത്രുക്കളെ കൊണ്ട് നാശമുണ്ടാവുകയില്ല. എന്നെ നിത്യവും സ്മരിച്ചുകൊണ്ട് പുണ്യവാനായി സന്തോഷപൂർവ്വം വാഴുക. വിഷ്ണുലിംഗത്തെയും പൂജിച്ച് വിഷ്ണു ഭക്തനായി ശുദ്ധമായ മനസ്സോടെ മുക്തനായി വാഴുക. ശ്രീരാമൻ വിഭീഷണന് മുത്തുമണികളും സ്വർണ്ണാഭരണങ്ങളും ആവോളം നൽകി ഗാഠമായി ആശ്ലേഷിച്ച ശേഷം ലങ്കയിലേക്ക് യാത്രയാക്കി. ശ്രീരാമനെ പിരിയുന്ന വിഷമം കൊണ്ട് വിഭീഷണൻ കണ്ണുനീരൊഴുക്കിയും വീണു വണങ്ങിയും ഗദ്ഗദത്തോടെ യാത്രയും പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ പുറപ്പെട്ടു. ലങ്കയിലെത്തി സുഹൃത്തുക്കളോടൊപ്പം വിഭീഷണൻ സുഖമായി വസിച്ചു. അടുത്തത് ശ്രീരാമന്റെ രാജ്യഭാര ഫലം. സീതാദേവിയോടൊപ്പം ശ്രീരാമൻ രാജഭോഗങ്ങളെല്ലാം അനുഭവിച്ച് സുഖമായി വസിച്ചു. അശ്വമേധം തുടങ്ങിയ യാഗങ്ങളിലൂടെ തൻ്റെ കീർത്തി ലോകമെങ്ങും പരത്തിയും പ്രജകൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വിശ്വത്തെയെല്ലാം പരിപാലിച്ചു പോന്നു. അക്കാലത്ത് സ്ത്രീകൾക്ക് വൈധവ്യ ദുഃഖം ഉണ്ടായതേയില്ല. രോഗഭീതി ആർക്കും ഉണ്ടായില്ല. ഭൂമി സസ്യലതാദികൾ കൊണ്ട് പച്ചപിടിച്ചു. കൊള്ളക്കാരിൽ നിന്നുള്ള ഭയവും ബാലമരണങ്ങളും ഇല്ലാതായി. യഥാസമയങ്ങളിൽ മഴ പെയ്തു. മനുഷ്യരെല്ലാം ശ്രീരാമനെ പൂജിച്ചു. എല്ലാവരും ശ്രീരാമനെ തന്നെ എപ്പോഴും ധ്യാനിച്ചു. വർണ്ണധർമ്മങ്ങൾക്കും ആശ്രമധർമ്മങ്ങൾക്കും ഒരു ഭ്രംശവും ഉണ്ടായില്ല. എല്ലാവരുടെയും മനസ്സിൽ കാരുണ്യവും നല്ല ചിന്തയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരുവിൻ്റെ ഭാര്യയെ നോക്കുകയോ അന്യരുടെ ധനം മോഹിക്കുകയോ ആരും പരസ്പരം നിന്ദിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ പുത്രന്മാരെ പിതാവ് രക്ഷിക്കുന്നത് പോലെ ശ്രീരാമൻ തൻ്റെ പ്രജകളെ രക്ഷിച്ചു പോന്നു. സാകേതത്തിലെ പ്രജകൾക്ക് ഇതിൽ പരം എന്ത് സുഖമാണ് വേണ്ടത്? വൈകുണ്ഠലോകത്തിലെ സുഖത്തിന് തുല്യമായി സൗഖ്യം ലഭിച്ച അയോധ്യാവാസികൾ ജനങ്ങൾ ശോകമോഹങ്ങളില്ലാതെ വസിച്ചു. രാമായണത്തിൻ്റെ ഫലശ്രുതി. ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ട അത്യുത്തമോത്തമമായ അധ്യാത്മരാമായണം പഠിക്കുന്ന മനുഷ്യന്
മുക്തി ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. മൈത്രീകരവും ധനധാന്യ വൃദ്ധിപ്രദവും ശത്രുവിനാശകവും ആയുരാരോഗ്യവർദ്ധകവും സൗഖ്യപ്രദവും സകലാഭീഷ്ട സാധകവുമായ അധ്യാത്മരാമായണം ഭക്തിപൂർവം പഠിക്കുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ മഹാപാതകങ്ങളിൽ നിന്നുപോലും മുക്തനാകും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനവും പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് സുപുത്രനെയും ലഭിക്കും. വിദ്യാഭിലാഷി മഹാജ്ഞാനിയായി മാറും. അധ്യാത്മരാമായണം വന്ധ്യയായ യുവതി കേൾക്കാനിടയായാൽ അവൾക്ക് സന്തതിയുണ്ടാകും. ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടും. ദരിദ്രൻ സമ്പന്നനായി മാറും. ദുഃഖിതൻ ഈ കഥ കേൾക്കുകയാണെങ്കിൽ സുഖിമാനായി വരും. ഭീതനായവൻ നിർഭയനായിത്തീരും. രോഗി രോഗമില്ലാത്തവനായിത്തീരും. ആധ്യാത്മികമായ ദുഃഖങ്ങളെല്ലാം ഈ ഗ്രന്ഥപാരായണം കൊണ്ട് അകന്നു പോകുമെന്നത് തീർച്ചയാണ്. ദേവന്മാർ, പിതൃക്കൾ, താപസശ്രേഷ്ഠർ എന്നിവർ അധ്യാത്മരാമായണം പാരായണം ചെയ്താൽ പ്രസന്നന്മാരാകും. അവരുടെ പാപങ്ങൾ ഇല്ലാതാകും. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടാനാകും. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ച അധ്യാത്മരാമായണം നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തിയോടെ അധ്യയനം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും. ഇങ്ങനെ ഭക്തിപൂർവം കിളിപ്പൈതൽ കഥ പറഞ്ഞ് അവസാനിച്ചപ്പോൾ മനസ്സു തെളിഞ്ഞ് ലോകരെല്ലാം അത് കേട്ടു. യുദ്ധകാന്ഡം സമാപ്തം. നാളെ നമുക്ക് ഉത്തരരാമായണം കിളിപ്പാട്ട് 35-ാം ഭാഗമായിട്ട് വായിക്കാം. നമസ്കാരം.